ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ. മീൻ പിടിക്കാൻ പോവാണ്. ഇന്നിപ്പോ നമ്മളുള്ളത് പരപ്പനങ്ങാടിയാണ് കേട്ടോ. 2 ദിവസമായി ഞങ്ങൾ വന്നിട്ട്. അപ്പൊ ഇത് വീടിന്റെ മുന്നിലുള്ള തോടാണ്. ഇവിടെ എല്ലാരും ഇന്നിപ്പോ ഇന്നലെ പോയി. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പൊ നമ്മളുള്ളത് പരപ്പനങ്ങാടിയാണ്. 2 ദിവസമായി വന്നിട്ട്. അപ്പൊ ഇവിടെ മുറ്റത്തന്നെ, വീടിന്റെ മുറ്റത്തന്നെ ഒരു തോടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു ഇതിൽ നിറയെ മീനാണ്. അപ്പൊ നമ്മള് ഒരുപാട് പേര് ഇങ്ങനെ വന്ന് മീനൊക്കെ പിടിക്കാറുണ്ട്. ഒഴിവ് സമയങ്ങളിലൊക്കെ വന്നിട്ട്, പണിയില്ലാത്ത ദിവസങ്ങളിൽ, സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ വന്നിട്ട് മീൻ പിടിക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഇങ്ങനെ എല്ലാവരും മീൻ പിടിക്കണതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ രേതുവിന് ഭയങ്കര ആഗ്രഹം, അവൾക്കും ഒന്ന് മീൻ പിടിക്കണം എന്ന്. അപ്പൊ ഞങ്ങള് ഇത് കണ്ട മണ്ണിര കയ്യിൽ എടുത്തിട്ട് എന്താ പറയാ, ഇങ്ങനെ ഈ ഇതിന്റെ കൊക്കയിൽ കോർക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. പേടിയെന്ന് മാത്രല്ല, ഇപ്പൊ അതൊന്നും, ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ മണ്ണിലൊക്കെ ആയിരുന്നല്ലോ കളിച്ചിരുന്നത്. അന്ന് അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. അന്നൊക്കെ കുറെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് രഘുവിന് വേണ്ടിയിട്ട് മൈദയാണ് കേട്ടോ. മൈദ കുഴച്ച് ഉരുട്ടിയിട്ട് അതാണ് കേട്ടോ നമ്മൾ തീറ്റയായിട്ട് കൊടുക്കണത്. മണ്ണിരൊക്കെ ആയിരുന്നു ആദ്യം, മുന്നൊക്കെ ഞങ്ങള് ചെയ്തിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ പണ്ട് മണ്ണിൽ തന്നെ ആയിരുന്നല്ലോ കളിയൊക്കെ. ഇപ്പൊ മണ്ണിലൊന്നും കളിക്കാത്ത കാരണം അതിനോടൊക്കെ ഭയങ്കര എന്താ പറയാ, അങ്ങനെ ഒരു പേടിയും ഒരു വൃത്തികേടും ഒക്കെ തോന്നുക. അപ്പൊ നമ്മൾ രഘുവിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കണത് കേട്ടോ. അവള് 2 മീൻ പിടിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് നമുക്കെന്നാ ഇത് വീഡിയോ ചെയ്താലോ എന്ന് തോന്നിയത് കേട്ടോ. അവൾക്ക് വലിക്കാനൊക്കെ പേടിയാണ്, എന്നാലും പൊന്തിച്ചല്ലേ രഘു? ഇഷ്ടായ മീൻ പിടിക്കണത്? അവൾക്ക് ഇന്നലെ ഒരുപാട് പേരിങ്ങനെ മീൻ പിടിക്കണതും, പിന്നെ ഇന്നലെ നമ്മൾ കുറച്ച് മീൻ പൊരിച്ച് കഴിച്ചിട്ടോ. അവൾക്ക് നല്ല ഇഷ്ടായി. എന്തായിരുന്നു, പ്ലാപ്പി. ഇവിടെ പ്ലാപ്പി എന്നാണ് പറയാ. ആ, ഇവിടുത്തെ അവളുടെ മാമന്മാരൊക്കെ കൂടിയിട്ട് പിടിച്ചിരുന്നു. എൻ്റെ മാമന്മാരുടെ മക്കളെയാണ് അവള് മാമന്മാരെന്ന് പറയണ കേട്ടാ. അപ്പം അവരൊക്കെ കൂടിയിട്ട് പിടിച്ചിട്ട് ഇന്നലെ മീൻ പൊരിച്ചു. ഞങ്ങൾ ഇന്നലെ രാത്രി ചോറിന് കൂട്ടിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാത്രല്ല കേട്ടോ മീൻ പിടിക്കുന്നത്, ഇവിടെ വേറെ കുറെ പേരുണ്ട്. അതിലൊരാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ദിനേട്ടന് നല്ല ഇൻട്രസ്റ്റിലാണ് കേട്ടോ മീൻ പിടിക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് നമുക്കിതൊന്നും എന്താ പറയാ, ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറും ഇല്ല, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറും ഇല്ല. ഇവിടെ ഇങ്ങനെ കിട്ടിയപ്പോ ഒരു രസം. അയ്യോ, കിട്ടി മീൻ കിട്ടി. കിട്ടി. അങ്ങനെ നമുക്ക് മീൻ കിട്ടിട്ടാ. ചെറുതാണ്, രഘുവിന് വേണ്ടിട്ട് തുടങ്ങിയതാട്ടാ. ചാടല്ലേ. അവളിങ്ങനെ ഇഷ്ടം പറഞ്ഞപ്പോ അവൾക്ക് വേണ്ടിട്ട് നോക്കട്ടെ മീന്. ഇത് ഏതാ മീന്? അവളിങ്ങനെ ഇഷ്ടം പറഞ്ഞപ്പോഴേ ഒരു മിനിറ്റ്. അപ്പൊ രഘു മീൻ പിടിച്ചപ്പം കുപ്പിയും കൊണ്ട് വന്നതാണ് കേട്ടോ. കുപ്പിയിൽ അവള് പിടിച്ച മീനാണിത്. നോക്കട്ടെ. പിടിക്കാൻ മാത്രമേ ജിനേട്ടന് ഇഷ്ടമുള്ളൂ കേട്ടോ. ഇതിന്റെ കുളത്ത് ഇങ്ങനെ ഊരിയെടുക്കാൻ ജിനേട്ടന് ഇഷ്ടമില്ല. അപ്പൊ ഇതാ നമ്മള് മീൻ. എത്ര നായിപ്പോ ഇത്? 1 2 3 4. ഇതും കൂടെ കൂട്ടിയിട്ട് 5. ഇതെന്താന്ന് വെച്ചാലേ, മീൻ ചത്ത പോലെ കിടക്കും. പിന്നെ 1-2 മീന് വെറുതെ ജിനേട്ടൻ മോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയപ്പം കിട്ടി. അപ്പൊ ഇങ്ങനെ തുടരെ ഇങ്ങനെ കിട്ടുന്നത് കണ്ടപ്പം ഒരു ഇൻട്രസ്റ്റ് ആയി. അപ്പൊ നമുക്കിത് ഇതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്താലോ എന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നത്. അപ്പൊ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേക്കൊക്കെ ആദ്യം പിടിച്ച 1-2 ഒക്കെ ചത്തുന്നല്ല, ജീവനില്ലാതെ ഇങ്ങനെ മത്സ്യം കിടക്കാം. എവിടെ മൈദ കൊണ്ടാ? അമ്മ ഇട്ട് കൊളത്തി തരാം. ഈ കൊത്തിയാ വലിക്കണ്ടോ? രഘു ആണ് ആദ്യം മീൻ പിടിച്ചത് കേട്ടോ. അല്ല, ആദ്യം അച്ഛൻ അല്ലേ? അതെ രഘു. വലിക്കല്ല മുത്തായി. കഴിഞ്ഞ് മാവ് എടുത്തിട്ടോ. കഴിഞ്ഞാ
ഇവിടെ നല്ല സമയം പോകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നല്ല സമയം പോകുന്ന സ്ഥലമാണ് കേട്ടോ. പെട്ടെന്ന് ഇപ്പൊ ഉച്ചയാവാറായി. നമ്മൾ രാവിലെ തുടങ്ങിയതാട്ടെ ഈ പരിപാടി. ഉച്ചയാവാറായി. ഇന്ന് വൈകിട്ട് നമ്മൾ പോവാണ്, വീട്ടിലേക്ക് പോണം. ഇന്ന് മിനിഞ്ഞാന്ന് വൈകിട്ട് വന്നതാണ് കേട്ടോ. മിനിഞ്ഞാന്ന് വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം വന്നതാണ് ഞങ്ങള്. വൈകുന്നേരം ഉച്ച ഒക്കെ ആവുമ്പോ. പിന്നെ ഇന്നലെ ഇന്നും ഇവിടെ ആയിരുന്നു. ഇനിയിപ്പോ ഇന്ന് വൈകിട്ട് ഇവിടുന്ന് പോണം. നാളെ മോൾക്ക് സ്കൂളുള്ളതാണ്. കൊത്തി തിന്നിട്ട് പോയി. അമ്മ അവിടുന്ന് ചോറുണ്ണാനും വിളിക്കുന്നുണ്ട്. ഞങ്ങള് ഇതിന് നിന്ന് നോക്കുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ. അപ്പൊ അതിങ്ങനെ കിട്ടുമ്പോ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ സമയം പോകുന്ന അറിയുന്നില്ല. മണിക്കൂറുകളൊക്കെ ചെലവഴിച്ച് നമ്മളിങ്ങനെ നിന്ന് പോകും. വിശക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സമയം അറിഞ്ഞിരുന്നില്ല ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ. പക്ഷെ വിശന്ന് തുടങ്ങിയപ്പോഴാണ് ഏകദേശം സമയമായി, ചോറുണ്ണാനൊക്കെ സമയമായി അല്ലേ എന്ന് അറിയണത്. അപ്പൊ ഏതായാലും 2 കൂടെ കിട്ടുമോ നോക്കിയിട്ട് നമുക്ക് ചോറുണ്ണാൻ പോവാം. കിട്ടിയടാ. ഇത് വേറെ മീൻ അല്ലല്ലേ, ഇവിടുന്ന് നടുന്ന് പോയി. അടുത്ത് വാ, ഓടല്ലേ. അങ്ങോട്ട് പോവാ. അമ്മ അങ്ങോട്ട് വരാം. എനിക്കും കിട്ടി. അതാ ഞാൻ പറയണ. എന്താ ഇതന്നെ കിട്ടുന്നേ? ഈ മൈദ കൊടുക്കുമ്പോ ചിലപ്പോ അതായിരിക്കും തിന്നുണ്ടാവുക അല്ലേ? ഇതുണ്ട്, അതൊക്കെ ഈ മീനാ കിട്ടുന്നത്. നല്ല ടേസ്റ്റ് ആട്ടാ. ഇതിങ്ങനെ നല്ല വറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിത് കഴിച്ചതായിട്ടുള്ള ഓർമ്മയില്ല കേട്ടോ. ഇവിടെ കുറെ കുട്ടികളൊക്കെ ഇന്ന് ഞായറാഴ്ച ആയ കാരണം സ്കൂളില്ലാത്തത് കൊണ്ടേ കുറെ കുട്ടികളൊക്കെ വന്ന് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ അടുത്തുള്ള വീട്ടിലെ. അപ്പൊ അവരൊക്കെ ഊണ് കഴിക്കണ സമയമായപ്പോ അങ്ങോട്ട് പോയതാണ്. മഴക്കാലായി ഈ തോട് വെള്ളം, ഞാൻ അങ്ങോട്ടൊക്കെ വെള്ളം കയറും. ഇവിടെ ഇപ്പൊ അതെ, രഘു ഇപ്പൊ എന്താ വെള്ളം കേറിയ കാര്യം പറഞ്ഞേന്ന് വെച്ചാ, ഇന്നലെ ഇങ്ങനെ മാമൻ പറഞ്ഞു ഇവിടെ വെള്ളം വന്ന്. ഇവൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടായിട്ടോ മോൾക്ക്. അപ്പൊ ഇന്നലെ ഫുള്ള് ഈ പുഴയും തോടും, പുഴന്ന് ഇതിന്റെ പേരാണ് കേട്ടോ, തോടാണ് സംഭവം. കിട്ടിയടാ. അപ്പൊ നമുക്ക് സമാധാനായില്ലേ? അതാ വീണ്ടും കിട്ടി. സംഭവം അത് തന്നെ കേട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം മുഴുമിച്ചില്ല. അപ്പൊ ഇവിടെ വെള്ളം ഇപ്പൊ ഈ കഴിഞ്ഞ മഴയ്ക്കൊക്കെ ഇവിടെ വെള്ളം കയറിയിരുന്നു കേട്ടോ. വെള്ളം കയറിയ മീൻസ് വീടുകളിലേക്ക് കയറിയിട്ടില്ല. വീടിന്റെ ഉമ്മറത്തൊക്കെ മുറ്റം വരെ, അതായത് ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന തരത്തിൽ അത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു മഴ പെയ്തപ്പോ. അപ്പൊ ഇങ്ങോട്ട് എടുക്കണ്ട, അമ്മ അങ്ങോട്ട് കൊണ്ടുവരാം. അമ്മ അവിടെ വെച്ച പോലെ പിന്നെ ഇങ്ങനെ നടക്കുന്നു. എന്നാ ഇവിടെ വെച്ചോ, അവിടെ വെച്ചോ. അപ്പൊ മഴ പെയ്ത് വെള്ളം കയറിയപ്പോഴേ ഇവിടൊക്കെ വെള്ളം കയറിയിരുന്നു. അപ്പൊ മാമൻ പറഞ്ഞു നിനക്ക് വീഡിയോ എടുക്കാലോ, ഇവിടൊക്കെ വെള്ളം കയറുമ്പോ, വെള്ളപ്പൊക്കം വരുമ്പോ നിനക്ക് വീഡിയോ എടുക്കാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേതുവിന് ഭയങ്കര പേടി. ഇപ്പൊ ഇന്നലെ രാത്രി മഴ പെയ്ത് വെള്ളം കയറുമോ എന്ന് പേടിച്ചിട്ട് അവള് ഭയങ്കര കരച്ചിൽ. ഇപ്പൊ തന്നെ പോണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നാളെ നമുക്ക് മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി വെച്ചതായിരുന്നു ഇന്നലെ. അപ്പൊ മാമൻ അത് പറഞ്ഞോടുകൂടെ അവളാകെ പേടിച്ച് കരഞ്ഞു ഇപ്പൊ തന്നെ പോവാന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ നീറ്റപ്പം അതൊക്കെ മറന്നു കേട്ടോ. അപ്പൊ മീൻ പിടിക്കുന്ന തിരക്കിലാണ്. പിന്നെ ക്യാമ്പുകളിലേക്കൊക്കെ മാറി താമസിക്കാറാണ് ഇവിടെ ഉള്ളവര്. പിന്നെ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കും. ഞാനൊക്കെ കല്യാണത്തിന്റെ മുന്നേ ഇവിടെ ഇങ്ങനെ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. ക്യാമ്പിൽ നിന്ന ഓർമ്മ എനിക്ക് അങ്ങനെ ഇല്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ തവണ 2018 വെള്ളപ്പൊക്കത്തിൽ ഇവരെല്ലാവരും ക്യാമ്പിലൊക്കെ പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കേ. അപ്പോ ഇവിടെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളെ കടലുണ്ടിപ്പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള പാലത്തിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ പുഴ നിറയും. അപ്പൊ ആ പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ ഇങ്ങോട്ട് വെള്ളം വരും.
അപ്പൊ ഈ തോട് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കയറും. കയറാറുണ്ട് കേട്ടോ. 2018 വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ രഘുവാണ് ചൂണ്ടിട്ടിരിക്കണത്. മീ ഇപ്പൊ കൊത്തുട്ടോ. രഘു ഇപ്പൊ പിടിക്കും. കൈ അടയണ്ട. എന്തിനാ അങ്ങനെ കുമ്പിട്ട് നിക്കണ്? ആയിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇട്. വലിക്കല്ലേ, വടി അനക്കല്ലേ. അത് പോയി, ഒന്ന് പോയി. അമ്മ എന്നോട് ഇങ്ങനെ കുറച്ചു നേരം നിക്കാൻ പറഞ്ഞിട്ടാണ് ഇന്റെ പോണെ. എനിക്ക് നേരത്തെ കിട്ടിയിരുന്നു. രേതു ഈ അമ്മ കാരനാണ് എന്റെ പോണെ. എനക്കല്ല സംസാരിച്ച മീൻ ഒച്ച കേൾക്കും. കിട്ടി, രേതുവിന് കിട്ടി. രേതുവിന് കിട്ടി. കിട്ടില്ലേ? നീ ഇത് പിടിച്ചതിലിട്. ഇതിന്ന് കുളത്തുനിന്ന് എടുക്കതിനെ. പിടിച്ചോ? ഇവിടല്ല, മീനെ പിടിക്ക്. മീനെ പിടിച്ചിട്ട് എടുക്ക്. അറിയില്ല? അറിയൂല, പേടിയുണ്ട്. ഇതണ്ട അതിന്റെ ഇവിടെ ഇങ്ങനെ കുളത്തിക്കണുണ്ടോ? അത് ഇങ്ങനെ വലിച്ച് ചോര പാവം. അയ്യോ, നീന്തൂലേ? ആ അത് നീന്തി നീന്തൂലേന്ന്. ഇതട്ടാ ഒന്നും കൂടെ കിട്ടി. ഇതിന്റെ തലയിലായി. ഇപ്പൊ ചെറുതാണ് കേട്ടോ കിട്ടണേ. അച്ഛൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. ഇനി ചിലപ്പോ ചോറുണ്ണാനായിരിക്കും. ഞങ്ങള് ചോറുണ്ട് കേട്ടാ. ചോറുണ്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇത് അച്ഛൻ മീൻ പിടിക്കുന്നുണ്ട്. അച്ഛന്റെ കൂടെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടൊക്കെ മീന് പിടിക്കാൻ പഠിച്ചതൊക്കെ. കിട്ടിയില്ല. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ മീന് തോനുണ്ട് തോന്നുന്നു. ഇടുമ്പോഴത്തിനോട് കൊത്തുണ്ട്. തീറ്റ ഇങ്ങനെ കൊത്തി പോവാണ്. നമ്മള് ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട് വന്നപ്പോ തുടങ്ങി കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് പേര് വന്ന് ഇങ്ങനെ മീനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് പോന്ന്. അപ്പൊ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നിപ്പോ അത് വീഡിയോ എടുത്തിരുന്നെങ്കിൽ, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വീഡിയോ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തായിരുന്നു. ഇന്നാണ് ഇപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാൻ തോന്നിയത്. പോയി കൊത്തിപ്പോയി. അപ്പൊ രാത്രിയായിരുന്നു ഇത് പറഞ്ഞ കേട്ടാ. രാത്രിയായിരുന്നു ആ വലിയ മീനൊക്കെ പിടിച്ചത് നമ്മൾ കണ്ടത് കേട്ടോ. ഇവിടെ മാമന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് മീൻ പിടിക്കാറുണ്ട്. അപ്പൊ അവര് ഇന്നലെ വലിയ മീനിനൊക്കെ പിടിച്ചിട്ട് രഘുവിന് ഭയങ്കര അതിശയം അതൊക്കെ കണ്ടപ്പോ, വലിയ മീനിനൊക്കെ കണ്ടപ്പോ. അപ്പൊ ഞാൻ ജിനേട്ടനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതിലും വലിയ മീനൊക്കെ ഇതിലുണ്ട്, ഇതൊന്നും അല്ല, ഇതിലും വലിയ മീനൊക്കെ ഉണ്ട് ഇതില്, കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഇങ്ങനെ മീൻ പിടിക്കാനുള്ള ഒരു അവസരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ്. വേഗേ തീറ്റ എടുത്തിട്ട് പോവാണ്. ഒക്കെ കുഞ്ഞത് ഇത് കാണുമ്പോഴാണ്. അങ്ങനെ ഒരു മീനിനെ കൂടെ കിട്ടിട്ടോ. എവിടെ കിട്ടിയാ? അത് വേഗം തീറ്റ തന്നു. സംഭവം ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അതാ കിട്ടി. രഘുവിന് മീനെ കിട്ടിട്ടോ. രഘു ഈ ചൂണ്ടയിലാണ് കേട്ടോ മീൻ അധികം കിട്ടുന്നത്. ഞാൻ ഈ ഇടുന്ന ചൂണ്ടയിലാണ് അധികം മീനും കിട്ടുന്നത്. അപ്പൊ അമ്മ ആ ചൂണ്ട തായോ, ഞാൻ അതിൽ ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് വാങ്ങിയതായിരുന്നു. അപ്പൊ അവൾക്കും കിട്ടിയിട്ടാ. എന്താ പറയാ, അതിന്റെ കുളത്ത് ചെറുതാണ്. പക്ഷെ നേരത്തെ നമ്മൾ ആദ്യം ഇട്ടത് വലുതായിരുന്നു. ചെറിയ മീനെ കുടുങ്ങണുള്ളൂ. വലിയ മീനൊന്നും, വലിയ കൊക്കട്ടാ വലിയ മീൻ പിടിക്കും. വലിയ മീൻ കുടുങ്ങും. അവരത് വീണ്ടും പിടിച്ചു. 4-5 ചത്തു തോന്നുന്നു.
വലിച്ചോ പോയി. വേദുവിനെ പോണ്ടാന്ന് പറയാണ്. നമുക്ക് പോവാൻ ഏകദേശം സമയമായി തുടങ്ങിട്ടോ. അവൾക്കിത് പിടിച്ചിട്ട് മതിയായിട്ടില്ല. അപ്പോൾ ഇപ്പം തിരിച്ചാലേ ഞങ്ങൾ ഇരുട്ടാവുമ്പോഴേക്കെങ്കിലും വീട്ടിലെത്തുള്ളൂ. അപ്പം നമുക്ക് പോവല്ലേ? മതിയാക്കാന്ന് പറഞ്ഞതിന് രേതു പിണങ്ങി നിൽക്കാണ് കേട്ടോ. നീക്കി രേതുവിന് കിട്ടുമ്പോഴേക്ക് പേടിയാണ് കേട്ടോ. രേതു വലിക്കുമ്പോഴേക്കും ഓടും. ഇതെന്താ രേതുവിന് ഭയങ്കര പേടിയാണ്. എന്താ അപ്പൊ ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് പോവല്ലേ രേതു? നിർത്ത പിടിച്ചോ. അപ്പം ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ മീന്. വേണ്ട, ഇത് മുഴുവൻ ഇന്ന് രേതു ഞാനും അച്ഛനും കൂടെ പിടിച്ചതാണ്. അച്ഛൻ മീൻസ് രേതുവിന്റെ അച്ഛൻ. ഈ ചെറിയ മീനായതുകൊണ്ട് നമ്മളിത് കൊണ്ടുപോകണില്ല കേട്ടോ. ഇവിടെ തന്നെ ഇടാം, ഇതിൽ തന്നെ ഇടാന്നാ കരുതിയത്. നമ്മള് വീഡിയോയിൽ എത്ര മീൻ പിടിച്ചു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാം എന്നാണ് കരുതിയത്. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് ചാവുന്ന മീനാണ്. അപ്പൊ ഇതൊക്കെ ഒരു വിധമൊക്കെ ഫ്ലാപ്പി ആ മീനാണ് എനിക്ക് ഇഷ്ടട്ടോ. ആ മീനാണ് കാണേണ്ടത്. അതൊക്കെ ഈ സാധനത്തിനെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ പൊരിച്ച് തിന്നെന്ന് പറഞ്ഞത്. സൂപ്പർ ടേസ്റ്റ് ആണ്. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ പിടിച്ചിരിക്കണ ഈ മീൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിലൊരെണ്ണം ഉണ്ട് കേട്ടാ. ഇതാ ഇന്നലെ പിടിച്ചേ. ഇതാണ് സാധനം. ഇത് പേടിച്ചു. ഇത് നമ്മള് ഇത് ഇന്ന് അച്ഛൻ പിടിച്ചതിലുള്ളതാ. ഈ സാധനമാണ് നമ്മൾ ഇന്നലെ കഴിച്ചിട്ടാ. അതിന്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വെട്ട് കഷ്ണം മീനൊക്കെ, വലിയ മീനൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് അപ്പോഴേക്ക് മീൻ കിട്ടിയപ്പോൾ നമ്മളത് വാങ്ങാൻ പോയി. മാമന്റെ മോനാണ്, അവൻ മീന് പിടിക്കുകയാണ്. ഞങ്ങളത് കണ്ടപ്പോൾ അവനും ഒരു ക്രേസ്. അവനും ഈ പറഞ്ഞ മാതിരി എന്നും വർക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആളാണ്. ഇന്നിപ്പം സൺഡേ അല്ലേ, അപ്പൊ ലീവായിരുന്നു. അപ്പൊ ഞങ്ങളങ്ങനെ മീൻ പിടിക്കണത് കണ്ടപ്പോൾ അവനും ഒരു ക്രേസ് തോന്നി. അവനും പിടിക്കാൻ നിന്നതാണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ നേരത്തെ മീൻ പിടിച്ചിരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഇനി വേണമെങ്കിൽ കൊടുക്കാം എന്ന് കരുതിയിട്ടാണ്. ഇനിയിപ്പോ ഏതായാലും ഇതിനെ പുഴയിലേക്ക് ഇടുന്നില്ല. ഇവിടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ. അപ്പൊ അതേമാതിരി ഇവിടെയും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, അപ്പുറത്ത് അതേമാതിരി. അപ്പൊ 2-3 ദിവസമായിട്ട് നമ്മള് വേറെ കുറെ തിരക്കിലായിരുന്നു കേട്ടോ. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇവിടുന്ന് പോവാണ് വീട്ടിക്ക്, വളാഞ്ചേരിക്ക് പോവാണ്. ശരിക്കും മനസ്സ് അനുവദിക്കണില്ല കേട്ടോ അന്ന് പോവാൻ മാറ്റാന് ടൈമായി. പക്ഷെ എനിക്ക് എന്തോ പോവാൻ തോന്നണില്ല. ഒരു ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം, ഒരു എന്തൊക്കെയാ പറയണ്ടേന്ന് അറിയണില്ല. അപ്പൊ നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോ ഈ മീൻ പിടിക്കുന്നതും ഈ ഒരു കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നോന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ ഇനിയിപ്പോ ഏതായാലും പോവാൻ നോക്കുകയാണ്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.